എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയിൽ സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് തസ്തികയിലേക്കുള്ള 4987 വേക്കൻസികളിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. ഇതിന് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. കേരളത്തിലും വേക്കൻസി ഉണ്ട്. ഇത്തരത്തിൽ ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ആദ്യം നോട്ടിഫിക്കേഷൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഓൺലൈൻ അപേക്ഷയിലേക്ക് കടക്കാം. ഇന്ത്യയിൽ വിവിധ സബ്സിഡിയറി ഇൻ്റലിജൻസ് ബ്യൂറോകളിലായിട്ട് 4987 വേക്കൻസികളാണുള്ളത്. ഇതിൽ കേരളത്തിൽ 334 വേക്കൻസി തിരുവനന്തപുരം SIBയിലുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. പക്ഷേ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ പരിജ്ഞാനമുണ്ടായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത SSLC ആണ്, 10th പാസ്സാണ്. പ്രായം 18നും 27നും മധ്യയായിരിക്കണം. SC ST OBC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സിളവ് യഥാക്രമം 5ഉം 3ഉം വർഷത്തെ ലഭിക്കുന്നതുമാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഡിസൈറബിൾ ക്വാളിഫിക്കേഷനിൽ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് വർക്കിൽ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് നിർബന്ധമല്ല. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത SSLC ആണെങ്കിലും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ശമ്പള സ്കെയിൽ പേ ലെവൽ 3 അനുസരിച്ച് 21,700 69,100 രൂപയാണ്. ഇതിൽ സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് 20% അധികം ഉൾപ്പെടെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഇന്ത്യയിൽ എവിടെയും വർക്ക് ചെയ്യുവാൻ സന്നദ്ധരായിരിക്കണം. PWD കാൻഡിഡേറ്റിന്, അതായത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് അപേക്ഷിക്കുവാൻ യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മറ്റ് കാര്യങ്ങളൊക്കെ ഓൺലൈൻ അപേക്ഷയിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓൺലൈൻ പ്രോസസ്സിലേക്ക് കടക്കാം. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമ്മളിപ്പോൾ കണ്ട നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്നും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുവാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അവിടെ ലാസ്റ്റ് ഡേറ്റും സംബന്ധിച്ച വിശദ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപേക്ഷയിൽ ഇടയ്ക്ക് തടസ്സങ്ങളുണ്ടായാൽ പിന്നീട് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയെന്നും വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ഇതാണ് രജിസ്ട്രേഷൻ പേജ്. ഇവിടെ ആദ്യം പേര്, ഉദ്യോഗാർത്ഥിയുടെ 10th സർട്ടിഫിക്കറ്റുള്ള പേര് അതേപോലെ കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ തൊട്ട് താഴെ കൊടുക്കണം. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. ഓൾട്ടർനേറ്റ് നമ്പർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ മെയിൽ IDയും തൊട്ട് താഴെ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവ രണ്ടിലേക്കും വരുന്ന OTP കൊടുക്കേണ്ടതുകൊണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ടുള്ളത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ഡൊമിസൈൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ സ്ഥിര താമസമായിട്ടുള്ള സ്റ്റേറ്റ്. ഈ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഇവിടെ ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം SIB സബ്സിഡിയറി ഇൻ്റലിജൻസ് ബ്യൂറോ ഏതിലേക്കാണെന്ന് നമുക്കിവിടെ കേരളം കൊടുത്താൽ തിരുവനന്തപുരമാണ് വരുന്നത്. കാറ്റഗറി കൊടുക്കുക. URL എന്ന് പറഞ്ഞാൽ അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിയാണ്. OBC NCL നോൺ ക്രീമി ലെയർ വിഭാഗത്തിന് മാത്രമേ 3 വർഷ ഇളവ് ലഭിക്കൂ, അതിൻ്റെ ആനുകൂല്യം ലഭിക്കൂ. അതിനനുസരിച്ച് ആവശ്യമുള്ളത് കൊടുക്കുക. പിന്നീട് പോസ്റ്റ് ഏതാണെന്ന്, സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ്, അത് കൊടുക്കുക. പോസ്റ്റ് കോഡും മറ്റുമൊക്കെ അവിടെ വന്നിട്ടുണ്ട്, കൊടുക്കുക. തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് ജനറേറ്റ് OTPയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതും ഇവിടെ കാണുന്ന നമ്പറുകൾ അവിടെ തൊട്ട് താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കേണ്ടുന്നതാണ്. തുടർന്ന് നമുക്ക് നേരത്തെ കൊടുത്ത മൊബൈലിലേക്കും ഇമെയിലിലേക്കും OTP വന്നിട്ടുണ്ട്. രണ്ടും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നതാണ്. അങ്ങനെ വാലിഡേറ്റിന് ശേഷം വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ OK കൊടുത്ത് 2 OTPകളും വാലിഡേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വന്ന് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്കും കൊടുത്ത് അതിന് താഴോട്ട് വന്ന് അവിടെ കാണുന്ന ക്യാപ്ച നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ വെരിഫൈ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ താഴോട്ട് നമ്മളിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ വരുന്നതും അവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് ഈ കൊടുത്ത വിവരങ്ങളൊക്കെ ശരിയാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തതിന് ശേഷം താഴെ വന്ന് വീണ്ടും വെരിഫൈ കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം വീണ്ടും ഒരു പോപ്പപ്പ് വിൻഡോ വരികയും ഇതിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ച് കാണിക്കുന്ന വിൻഡോയാണത്. അതിനുശേഷം താഴെ വന്ന് I അഗ്രിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ OK കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതും അവിടെ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതുമാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. അതിനുശേഷം അത് ക്ലോസ് ചെയ്യാവുന്നതാണ് ആ പോപ്പപ്പ് വിൻഡോ. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നതും മുകളിലായിട്ട് ഗോ ടു ആപ്ലിക്കേഷൻ എന്ന് കാണാം. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം വരുന്ന പേജിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ വീണ്ടും അവിടെ തന്നെ വന്നിട്ടുണ്ട്. അവിടെ അധികമായിട്ട് കൊടുക്കാനുള്ളത് ഇനി നമുക്ക് ജെൻഡറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. തൊട്ട് താഴെ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം.
ഇവിടെയും ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടുന്നതാണ്. ഇത് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അപേക്ഷിക്കാമെങ്കിലും ഏത് സംസ്ഥാനത്താണോ അപേക്ഷിക്കുന്നത് ആ സംസ്ഥാനത്തെ ലാംഗ്വേജിൽ, ലോക്കൽ ലാംഗ്വേജിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം. അതായത് ആ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. ഇൻ്റർവ്യൂ ഉൾപ്പെടെ 3 ടയറുകളിലായിട്ട് 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത്. അതിലൊരു ഘട്ടത്തിൽ ഈ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുവാനുള്ളൊരു സംവിധാനവും പരീക്ഷയിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത ചോദ്യം, നമ്മൾ അപേക്ഷിച്ച SIB സബ്സിഡിയറി ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കുള്ള ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ കേരളത്തിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്ക് അപേക്ഷിച്ചാലും ആ സംസ്ഥാനത്തിൻ്റെ ലോക്കൽ ലാംഗ്വേജിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. മാത്രവുമല്ല അവിടുത്തെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഫാദർ, മദർ നെയിമും മറ്റു കാര്യങ്ങളുമാണ്. അത് ഫില്ല് ചെയ്യുക. അതിനടുത്തതായിട്ട് വരുന്നത് പിന്നീട് ടെസ്റ്റ് സിറ്റീസ് ആണ്. എക്സാമിനേഷൻ സിറ്റീസ് പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം ഇവിടെ സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുക്കണം. കേരളത്തിലെ നമുക്ക് മുകളിൽ പറഞ്ഞ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ മാത്രമേ മിക്ക ആൾക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. 334 വേക്കൻസികളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കേരള തിരഞ്ഞെടുത്തതിന് ശേഷം അവിടെ സിറ്റി വരുന്നുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ വീടിന് സമീപത്തുള്ള ഏറ്റവും അടുത്തുള്ളത് ആദ്യം കൊടുത്ത് പ്രിഫറൻസ് അനുസരിച്ച്, പ്രയോറിറ്റി അനുസരിച്ച് താഴോട്ട് ബാക്കിയുള്ളത് കൊടുക്കണം. എറണാകുളവും കേരളത്തിൽ സിറ്റിയുണ്ട്. പക്ഷേ ഇവിടെ തമിഴും ഹിന്ദിയും ഒക്കെ കൈകാര്യം ചെയ്യുവാൻ പ്രാവീണ്യമുള്ളവർക്ക് അങ്ങനെ അപേക്ഷിക്കാം. പക്ഷേ അവിടെയും ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു കടമ്പ കടക്കേണ്ടി വരും. അടുത്തത് എക്സ് സർവീസ്മെൻ ആണോ എന്നുള്ളതാണ്. അവർക്കൊക്കെ ആനുകൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് മെറിറ്റോറിയസ് പേഴ്സൺ ആണോ അവർക്കും ആനുകൂല്യങ്ങളുണ്ട്. അതുപോലെ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ NOC അവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടി വരും. ഇവിടെയെല്ലാം അനുയോജ്യമായി കൊടുത്തത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം താഴെ വന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അഡ്രസ് പേജിലേക്കാണ് എത്തുന്നത്. കറസ്പോണ്ടൻസ് അഡ്രസ്സ്, നിലവിലുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മുകളിൽ കൊടുക്കുകയും പെർമനൻറ്റ് അഡ്രസ്സ് താഴെ കൊടുക്കുകയും വേണം. രണ്ടും ഒന്നാണെങ്കിൽ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ്. അഡ്രസ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോട്ടോ ID പ്രൂഫ്, ആധാർ, വോട്ടർ ID തുടങ്ങിയ ലൈസൻസ് തുടങ്ങിയ ഫോട്ടോ ID പ്രൂഫിലുള്ള അഡ്രസ്സുകളാണ് കൊടുക്കേണ്ടത്. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും പോപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. 10th സ്റ്റാൻഡേർഡ് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10ാം ക്ലാസ് ഡീറ്റെയിൽസ് ആണ് ആദ്യം കൊടുക്കേണ്ടുന്നത്. ഇവിടെ ഗ്രേഡ് പെർസെൻറ്റേജ് എന്നുണ്ട്. അതിൽ പെർസെൻറ്റേജ് കൊടുത്തിട്ട് നിങ്ങളുടെ നിലവിലുള്ള മാർക്ക് പെർസെൻറ്റേജിലാക്കണം. പെർസെൻറ്റേജിൽ എങ്ങനെയാക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഏകദേശം മാർക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക് അതിവിടെ ഫെച്ച് ചെയ്ത് വരും. അതുപോലെ തൊട്ട് താഴെ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൊടുക്കാം. SSLC കമ്പൽസറി ആയിട്ട് കൊടുക്കണം. തൊട്ട് താഴോട്ട് മറ്റ് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അതിനും താഴെയായിട്ട് ഏറ്റവും അവസാനം എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ അവിടെ ആഡ് പ്രസ് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ അവിടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ, ഫീൽഡ് എക്സ്പീരിയൻസ് ഇൻ ഇൻ്റലിജൻസ് വർക്ക് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഫോറിൻ ലാംഗ്വേജ് അതിൽ എക്സെപ്റ്റ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷും ഹിന്ദി ഒഴിച്ച് മറ്റേതെങ്കിലും ഫോറിൻ ലാംഗ്വേജ് അറിയാമെങ്കിൽ മാത്രം യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം താഴെ യെസ് കൊടുത്തതിന് ശേഷം അവിടെ ആഡ് കൊടുത്ത് ആ എക്സ്പീരിയൻസ് ആഡ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് നോ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. ഇവിടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്റ്റേറ്റ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റുമാണ് അപ്ലോഡ് ചെയ്യേണ്ടുന്നത്. ആദ്യം ഫോട്ടോയ്ക്ക് നേർക്കുള്ള ലിങ്കിലാണ് പ്രസ് ചെയ്യേണ്ടുന്നത്. ഇവിടെ നമ്മൾ എന്തൊക്കെ ഓപ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ അതനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്നുകിൽ നമുക്ക് ഇങ്ങോട്ട് ഇവിടേക്ക് ഫോട്ടോ ഡ്രോപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ബ്രൗസ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാം. ഫോട്ടോ 100 KB-ക്കും 200 KB-ക്കും ഇടയിലുള്ള JPG ഫയൽ സൈസിലുള്ളതായിരിക്കണം. ഇവിടെ നമ്മൾ ഡൈമെൻഷൻ, വിഡ്ത്തും ഹൈറ്റും ഒന്നും നോക്കേണ്ട കാര്യമില്ല, അത് പ്രിഫറബിളാണ്. അങ്ങനെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫോട്ടോ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് പേസ്റ്റ് ആകുന്നതും നമുക്ക് കാണാം. അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സിഗ്നേച്ചർ എന്നുള്ള ആ ഒരു ലിങ്കിന് നേർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം സിഗ്നേച്ചറും ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊണ്ടുവരണം. സിഗ്നേച്ചർ
80 KB-ക്കും 150 KB-ക്കും ഇടയിലുള്ള JPG ഫയൽ സൈസ് ആയിരിക്കണം. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ആയിരിക്കണം സിഗ്നേച്ചർ ഇടേണ്ടുന്നത്. അങ്ങനെ ശരിയായിട്ട് അപ്ലോഡ് ചെയ്താൽ അവിടെ ടിക്ക് മാർക്ക് വരുന്നതും കാണാം. അടുത്തത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റാണ്. ഇവിടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അങ്ങനെ അപേക്ഷിച്ച് അക്ഷയ വഴി കിട്ടുന്ന തഹസീൽദാർ ഇഷ്യൂ ചെയ്യുന്ന ഡൊമിസൈൽ സർട്ടിഫിക്കറ്റാണ് ഇവിടെ വേണ്ടുന്നത്. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് 100 KB-ക്കും 1 MB-ക്കും ഇടയിലുള്ള JPG അല്ലെങ്കിൽ PDF ഫയൽ ഫോർമാറ്റിലുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതോടെ അപ്ലോഡിങ് കംപ്ലീറ്റ് ആവുകയും തുടർന്ന് ഓൺലൈനായിട്ട് ഫീ അടയ്ക്കാവുന്നതാണ്. ഇവിടെ എക്സാം ഫീ 100 രൂപയും പ്രോസസ്സിംഗ് ഫീ 550 രൂപയുമാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്, SC ST, എക്സ് സർവീസ് തുടങ്ങിയവർക്ക് എക്സാം ഫീ ഇല്ല. അവർക്ക് 550 രൂപ പ്രോസസ്സിംഗ് ഫീ മാത്രം അടച്ചാൽ മതിയാകും. മറ്റ് ജനറൽ OBC വിഭാഗങ്ങൾക്കൊക്കെ പ്രോസസ്സിംഗ് ചാർജ് ഉൾപ്പെടെ 650 രൂപയാണ് അടയ്ക്കേണ്ടുന്നത്. ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് മോഡ് എനേബിൾ ചെയ്തതിന് ശേഷം താഴോട്ട് വന്ന് കണ്ടീഷൻസ് ഉണ്ട്. ആ ചെക്ക് ബോക്സുകളിലെല്ലാം ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ക്യാപ്ച നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ ക്യാപ്ച നമ്പറുകൾ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ സബ്മിറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പ്രിവ്യൂ കൊടുത്താൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്തതായിട്ട് കാണിക്കാം. ഇവിടെ പ്രിവ്യൂ കൊടുത്തതിന് ശേഷം തുടർന്നുള്ള പേജിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്പ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടുന്നത് ലോഗിൻ പേജിൽ വന്നതിന് ശേഷം ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് ഉണ്ട്. ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. അത് SMS ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാകും. ആ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ ആദ്യം നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞതാണ്. ആ രജിസ്ട്രേഷൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെയുള്ള ക്യാപ്ച നമ്പേഴ്സും ടൈപ്പ് ചെയ്ത് ഗെറ്റ് പാസ്വേഡിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലേക്കും അതേപോലെ തന്നെ ഇമെയിലിലേക്കും SMS ആയി ഈ യൂസർ ID-യും പാസ്വേഡും, യൂസർ ID എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പർ തന്നെയാണ്, രണ്ടും വരുന്നതാണ്. തുടർന്ന് നമ്മൾ ലോഗിൻ പേജിലേക്ക് എത്തിച്ചേരുന്നതും ഇവിടെ നമുക്ക് മുകളിലായിട്ട് വന്ന പോപ്പപ്പ് വിൻഡോയൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഗോ ടു ആപ്ലിക്കേഷൻ എന്ന് കാണാം. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഗോ ടു ആപ്ലിക്കേഷൻ കൊടുത്താൽ നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ അവിടെ അതുപോലെ തന്നെ വന്നിട്ടുണ്ടാകും. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മാത്രം മതിയാകും. അങ്ങനെ ഒടുവിൽ നമ്മൾ നേരത്തെ അവസാനം കണ്ട ആ പേജിലേക്ക് എത്തിച്ചേരും. ഇവിടെ ക്യാപ്ച നമ്പറുകൾ കൊടുത്ത് ഇനി നമ്മൾ പ്രിവ്യൂ കൊടുക്കരുത്, സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കണ്ടീഷൻസ് വരുന്നതാണ്. അവിടെ I agree കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് പേജിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേയ്മെൻറ്റ് മെത്തേഡ് സ്വീകരിച്ച് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഡെമോൺസ്ട്രേഷൻ പർപ്പസ് ആയതുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.